ഗായ്സ്, അങ്ങനെ നമ്മൾ കോൾവ ബീച്ചിൽ നിന്ന് ഇപ്പോൾ അടുത്ത ബീച്ചിലേക്ക് വന്നേക്കണം, മജോർദ ബീച്ച്. കോൾവയിൽ നിന്ന് ഒരു 6.5 കിലോമീറ്റർ ഉണ്ട് മജോർദയ്ക്ക്. അപ്പോൾ നമ്മൾ മജോർദ ബീച്ചിലെത്തി. അവിടെ ഇപ്പോൾ അധികം തിരക്കൊന്നും കാണാനില്ല. അപ്പോൾ ബീച്ചിൻ്റെ അവിടേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുക. നല്ല വെയിലുണ്ട്, കോൾവയിലത്തെ പോലെ കൂടി നല്ല വെയിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു അരുവി കടലിൽ പോയി ചേരുന്ന കാണാം. അഴിമുഖം പോലെ എന്നൊക്കെ പറയും നമ്മൾ, അതുപോലെ സംഭവം. ഇവിടെ ഒരു പാലുണ്ട്. പാലത്തിൻ്റെ മുകളിൽ കൂടെ വേണം നമ്മൾ അപ്പുറത്തേക്ക് കിടക്കാൻ, ഈ അരുവിയുടെ മുകളിൽ കൂടെ. ഇത് മരത്തോണ്ട് ഉണ്ടാക്കിയ പാലാണ്. അപ്പോൾ നമ്മൾ നടന്ന് അപ്പുറത്തേക്ക് കടന്നു. ബീച്ചിൽ ആരും കാണാനില്ല, ഞാൻ മാത്രമുള്ളതെന്ന് തോന്നുന്നു. അതുപോലെ നല്ല ചുട്ട് പൊള്ളുന്ന വെയിലുണ്ട്. ഒരു പ്രത്യേകത കാണാം, ഗോവയിലത്തെ ബീച്ചിൽ വന്ന ഒറ്റ ബീച്ചിലും വേസ്റ്റ് കിടക്കണ കാണില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടുത്തെ എല്ലാ ബീച്ചുകളും. അതാണ് ഇവിടുത്തെ സൂപ്പറായിട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ. റോഡിൻ്റെ അവിടുന്ന് ഒരു 300 മീറ്റർ നടക്കണം ബീച്ചിൻ്റെ അവിടേക്ക് എത്താൻ. അപ്പോൾ ബീച്ചിൻ്റെ അവിടേക്ക് നടന്ന് എത്താറായി. കാലൊക്കെ ചെരുപ്പിട്ട കാരണം ചുട്ട് പൊള്ളിക്കൊണ്ടിരിക്കുക കാല്. എന്നാൽ ബീച്ചിൻ്റെ അവിടെ നമ്മളങ്ങനെ എത്തി. ഒരു കാക്ക ഉണ്ട് എൻ്റെ കൂടെ, വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ ബീച്ചിൻ്റെ ഒരു സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ കുറേ ഷാക്കുകളുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ. ഇപ്പോൾ ഞാൻ ഒരു ഷാക്കിൻ്റെ അവിടെ എത്തി. ഇത് റിസോർട്ടാന്ന് തോന്നുന്നു. അവിടുത്തെ ഇവിടെ ഇരിക്കാനും കിടക്കാനൊക്കെ സെറ്റപ്പ് ഉണ്ട്. ഈ റിസോർട്ടിൽ ഞാൻ കയറി ഈ മെനു എടുത്തപ്പോൾ ഇംഗ്ലീഷിലും റഷ്യയിലൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം അവിടെ റഷ്യൻസ് വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഏറ്റവും. അപ്പം മജോർദ ബീച്ചിൽ നിന്ന് ഞാൻ സ്ഥലം വിടാൻ തീരുമാനിച്ചു. ഭയങ്കര ചൂടും, മണി 1:30. ഞാൻ സ്ഥലം വിടാൻ പോകുന്നു വേഗം. ഇവിടെ നിന്ന് നേരെ പോയി നൂവെന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. റൈറ്റിലേക്ക് പോയാൽ നമ്മൾ ആദ്യം പോയി കോൾവയിലെത്തും. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പോണ വഴിക്കൊരു പള്ളി കണ്ടു. വേറൊരു പള്ളികളുടെ കളിയാണ് ഇവിടെ ഗോവയിൽ.